വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSCയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സിവിക്സിലെ ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ദുരന്തങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. ഒന്ന്, പ്രകൃതി ദുരന്തങ്ങൾ. രണ്ട്, മനുഷ്യനിർമ്മിതമായിട്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് രീതിയിൽ ദുരന്തങ്ങൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദുരന്തങ്ങളുടെ വ്യാപ്തിയും സ്വഭാവ സവിശേഷതകളും കണക്കിലെടുത്ത് അവയെ വീണ്ടും പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം രൂപീകരിച്ചു. അപ്പോൾ ദേശീയ തലത്തിലൊരു ദുരന്ത നിവാരണ നിയമം രൂപീകരിച്ച വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ 2005 എന്ന് ഓർക്കുക. അപ്പോൾ എന്താണ് ഈ നിയമമെന്ന് നോക്കാം. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ 11 അധ്യായങ്ങളും 79 സെക്ഷനുകളും ഉൾപ്പെടുന്നു. അപ്പോൾ ഈ ഒരു നിയമത്തിൽ 11 അധ്യായങ്ങളുണ്ട്, അതുപോലെ തന്നെ 79 സെക്ഷനുകളും ഉൾപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ നിയമപ്രകാരം ഇന്ത്യയിൽ ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 3 രീതിയിലുള്ള അതോറിറ്റികൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു നിയമപ്രകാരം വന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്, അല്ലെ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. അതുപോലെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. SDMA സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ജില്ലയിലാണെങ്കിലോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഉണ്ട്, ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അങ്ങനെ 3 തലത്തിലുള്ളൊരു സെക്ടർ വൈസ് ആയിട്ടാണ് ഈ ഒരു നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നിയമം പാസ്സാക്കിയ തീയതികൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. PSC പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട തീയതികളാണ് ഏതൊക്കെ? 2005 നവംബർ 28 രാജ്യസഭ ഈ നിയമം പാസ്സാക്കുന്നു. അതുപോലെ 2005 ഡിസംബർ 12 ലോകസഭ പാസ്സാക്കുന്നത്. 2005 ഡിസംബർ 23 രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു. അങ്ങനെ നിയമം എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു. അപ്പോൾ ഈ ഒരു തീയതികൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 2005 നവംബർ 28 രാജ്യസഭ ഈ നിയമം പാസ്സാക്കുന്നു. 2005 ഡിസംബർ 12 ലോകസഭ പാസ്സാക്കിയിട്ട് 2005 ഡിസംബർ 23 രാഷ്ട്രപതി ഒപ്പുവെച്ച് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMA എന്താണെന്ന് നോക്കാം. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അഥവാ NDMA കുറിച്ച് നമുക്ക് പഠിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ത്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇത്. NDMAയുടെ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ ചെയർമാൻ, അതുപോലെ തന്നെ ഇതിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്, എത്ര അംഗങ്ങളുണ്ട്, കാലാവധി കാര്യങ്ങളെല്ലാം തന്നെ PSC ചോദിച്ചു കഴിഞ്ഞിട്ടുള്ളവയും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളവയും തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ NDMAയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആകെ 10 അംഗങ്ങളാണ് ഈ ഒരു കമ്മീഷനിലുള്ളത്. അപ്പോൾ നാഷണൽ ലെവൽ കമ്മീഷനിലുള്ളത് 10 അംഗങ്ങളാണ് എന്ന് ഓർക്കുക. അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെ 10 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ചെയർമാൻ ഉൾപ്പെടെയാണ് 10 അംഗങ്ങളെന്ന് പറയുന്നത്. NDMAയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. അപ്പം അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. അപ്പോൾ ഈ NDMAയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആകെ അംഗങ്ങൾ 10 പേരാണ്. അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെയാണ് ഈ 10 പേരെന്ന് ഓർക്കുക. NDMAയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഈ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് പോവാം. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം 2006 രൂപീകരിച്ചൊരു സേനയാണെന്ത്? NDRF എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നുള്ളത്. ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നാണെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ 13 ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആണ് ഒക്ടോബർ 30. അപ്പോൾ ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് നമ്മൾ പറഞ്ഞത് 3 ടയർ ആയിട്ടുള്ളൊരു സെക്ഷനാണ്. സംസ്ഥാന തലത്തിലുണ്ട്, അതുപോലെ തന്നെ ജില്ലയിലുണ്ട്, ദേശീയത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ത്? ഈ ഒരു KSDMA കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി
2007 മെയ് 4-നാണ് അത് രൂപീകരിക്കുന്നത്. 2007 മെയ് 4-നാണ് ഇത് രൂപീകരിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. ആസ്ഥാനം തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി ഹിൽസ് ആണ്. ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി ഹിൽസ് ആണ്. ആപ്തവാക്യം സുരക്ഷായനം. സുരക്ഷായനം എന്നുള്ളതാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പം അങ്ങനൊരു പ്രത്യേകത കൂടി നമ്മുടെ കേരളത്തിനുണ്ട് എന്ന് ഓർക്കുക. ഇനി ഇതിൻ്റെ ഘടനയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് ചോദിക്കാറുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും കഴിഞ്ഞ പ്രീവിയസ് എക്സാംസിനൊക്കെ കണ്ടിട്ടുള്ളതും ഈ ഒരു ഘടനയെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മുഖ്യമന്ത്രിയാണ്. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത്. CEO ചീഫ് സെക്രട്ടറി ആണ് CEO. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചെയർമാനാണ് ആര്? മുഖ്യമന്ത്രി. എന്നാൽ അതിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രി ആയിരിക്കും. CEO ആണ്, സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് CEO ആയിട്ട് വരുന്നത്. അതോറിറ്റിയിൽ ആകെ 10 അംഗങ്ങളാണുള്ളത്. അതോറിറ്റിയിൽ ആകെ 10 അംഗങ്ങളാണുള്ളത്. ഇതിൽ 3 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. 3 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് എന്ന് ഓർക്കുക. 3 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ഇത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ 3 എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഘടന ഒന്നുകൂടെ ഞാൻ പറയാം. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്, CEO ആണ്, ചീഫ് സെക്രട്ടറി. ടോട്ടൽ 10 അംഗങ്ങളുണ്ടായിരിക്കും. 3 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. കൃഷിമന്ത്രി, ആഭ്യന്തരമന്ത്രി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ 3 എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത്. ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട നമ്പറുകളാണ്, ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് 1070, 1077. 1070 1077 ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹെൽപ്പ് ലൈൻ നമ്പറുകൾ എന്ന് പറയുന്നത്. ടോൾ ഫ്രീ നമ്പർ ചോദിച്ചാൽ 1079 കൂടി ഓർത്ത് വെച്ചേക്കാം. 1079 ടോൾ ഫ്രീ നമ്പറായിട്ട് വരുന്നത്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അപ്പം കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുണ്ട്. അത് രൂപീകരിക്കപ്പെട്ടത് 2018-ലാണ്. 2018 പ്രളയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായതാണിത് കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ സേന. അതിൻ്റെ ആസ്ഥാനം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പാണ്ടിക്കാട്, മലപ്പുറം. ആകെ അംഗങ്ങൾ 100 പേരാണ്. കേരളത്തിൽ സന്നദ്ധ സേനാ സംഘം രൂപീകരിച്ചത് 2020 ജനുവരി 1-നാണ്. കേരളത്തിൽ സന്നദ്ധ സേനാ സംഘം രൂപീകരിച്ചത് 2020 ജനുവരി 1-നാണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞു, നാഷണൽ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു. അടുത്താണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിനെ പറ്റി പഠിക്കാം. ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അഥവാ DDMA ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അല്ലേ. അതിൻ്റെ ചെയർമാൻ ആരാണ് എന്ന് പഠിക്കുക. മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം പഠിച്ചതിൻ്റെ ഘടനയും കാര്യങ്ങളൊക്കെയാണ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആൻഡ് സെക്ഷൻസ്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ചാപ്റ്റർ 2 ആണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അല്ലേ. ചാപ്റ്റർ 2 ആണ്. സെക്ഷൻ 3 മുതൽ 13 വരെയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കവറാകുന്നത്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ ചാപ്റ്റർ 2-ലാണ് വരുന്നത്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വരുന്നത്. അതിൻ്റെ സെക്ഷൻ പഠിക്കാനാണെങ്കിൽ 3 മുതൽ 13 വരെയാണെന്ന് ഓർക്കുക. അപ്പോൾ 2, 3, 13 അങ്ങ് പഠിച്ചു വെക്കുക. അടുത്താണ് ചാപ്റ്റർ 3 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ചാപ്റ്റർ 3-ൽ വരുന്നത്. സെക്ഷൻ 14 മുതൽ 24 വരെയാണ്. 3, 4 അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ പഠിക്കുക. 2, 3, 13, അതുപോലെ 3, 14, 24 അങ്ങനെ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ചാപ്റ്റർ 4-ൽ വരുന്നതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. 25 മുതൽ 34 വരെയാണ് അതിൻ്റെ സെക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് 3 പഠിച്ചു വെച്ചേക്കാം. ചാപ്റ്റർ 2 ആണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. സെക്ഷൻ 3 മുതൽ 13 വരെയാണ് അതിൻ്റെ സെക്ഷനുകൾ. ചാപ്റ്റർ 3 ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അതിൻ്റെ സെക്ഷനാണ് 14 മുതൽ 24 വരെ. ചാപ്റ്റർ 4 ആണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. അതിൻ്റെ സെക്ഷനാണ് 25 മുതൽ 34 വരെയാണ്. ചാപ്റ്റർ 6 ആണ് തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റി വരുന്നത്. ചാപ്റ്റർ 6-ലാണ്. ചാപ്റ്റർ 6-ൽ തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. സെക്ഷൻ 41 ആണ്. ചാപ്റ്റർ 6-ൽ എന്തുണ്ട്? തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. അതിൻ്റെ സെക്ഷനും കൂടി പഠിക്കാം. 41 ആണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ആയിട്ട് ഈ ദുരന്ത നിവാരണം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നമുക്ക് വായിച്ചെടുക്കാം.
കേരളത്തിൽ ഉണ്ടായതായി കരുതപ്പെടുന്ന വെള്ളപ്പൊക്കത്തിലെ ഏറ്റവും പഴയ രേഖ CE 371 കേരളത്തിൽ ഉണ്ടായതായി കരുതപ്പെടുന്ന വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും പഴയ രേഖ CE 371 CE 1341 കേരള തീരത്തുണ്ടായ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ടും വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ട് രേഖകളുണ്ട്. ഇതിനെക്കുറിച്ച് ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനി തൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 99 വെള്ളപ്പൊക്കം. കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദുരന്തമാണ് 99 വെള്ളപ്പൊക്കം. ഇവിടെ 99 എന്ന് പറയുന്നത് എന്താണ്? കൊല്ലവർഷം 1099 എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം CE 1924 കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാപ്രളയങ്ങളിലൊന്നാണ് ഏത്? 2018 മഹാപ്രളയം. അപ്പോൾ ഈ ദുരന്തവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്, പഴയ രേഖകളിലൂടെ പോകുമ്പോൾ CE 371 ഉണ്ടായതായി കരുതപ്പെടുന്ന വെള്ളപ്പൊക്കത്തിൽ തന്നെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. അതുപോലെ CE 1341 കേരള തീരത്തുണ്ടായ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ടും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ആര് പറയുന്നു? പ്ലീനി തന്നെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 99 വെള്ളപ്പൊക്കമൊക്കെ സാധാരണയായിട്ട് ചോദിക്കാറുള്ളതാണ്. 99 എന്ന് പറഞ്ഞാൽ എന്താ? 99 അല്ല, 1099 എന്ന് പറഞ്ഞാൽ കൊല്ലവർഷത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ വർഷം ചോദിക്കുകയാണെങ്കിൽ 1924 ആ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. പിന്നെ നമുക്ക് പറയാനുള്ളത് റീസെൻ്റായിട്ട് കഴിഞ്ഞിട്ടുള്ള പ്രളയമാണ്, 2018 പ്രളയം. എന്താണ് മലവെള്ളപ്പാച്ചിൽ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. കനത്ത മഴയെ തുടർന്ന് വളരെ വേഗത്തിൽ ജലനിരപ്പ് ഉയരുന്നൊരു പ്രതിഭാസമാണെന്ന് മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുക എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കനത്ത മഴയെ തുടർന്ന് വേഗത്തിൽ തന്നെ ജലനിരപ്പ് ഉയരുന്നു. ഇതിനെയാണ് മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രത്തെയാണ് പ്രഭവ കേന്ദ്രം അഥവാ ഭൂകമ്പനാഭി ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രത്തെയാണ് എന്ത് പറയുന്നത്? പ്രഭവ കേന്ദ്രം അഥവാ ഭൂകമ്പനാഭി അല്ലെങ്കിൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഈ ഭൂകമ്പനാഭിയുടെ നേർമുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ ഉപരിതലത്തിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇതിൻ്റെ പേരെന്താണ്? അധികേന്ദ്രം അഥവാ എപ്പി സെൻറ്റർ എന്നാണ്. അതിൻ്റെ പേരെന്താണ്? അധികേന്ദ്രം അഥവാ എപ്പി സെൻറ്റർ എന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെച്ചേക്കാം. ഭൂകമ്പ തരംഗങ്ങൾ ഏതൊക്കെയാണ്? ഭൂകമ്പ സമയത്ത് ഫോക്കസിൽ നിന്ന് 3 രീതിയിലുള്ള തരംഗങ്ങളാണ് പുറപ്പെടുന്നത്. പ്രാഥമിക തരംഗങ്ങളുണ്ട് P വേവ്സ്, ദ്വിതീയ തരംഗങ്ങളുണ്ട് S വേവ്സ്, പ്രതല തരംഗങ്ങൾ അഥവാ സർഫസ് വേവ്സ്. ഇവയിൽ ഏറ്റവും വിനാശകാരി ഏത്? ഒരു ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. പ്രതല തരംഗങ്ങളാണ് ആൻസർ ആയിട്ട് വരിക. 3 തരംഗങ്ങളുണ്ട്. P വേവ്സ് പ്രാഥമികം, S വേവ്സ് ദ്വിതീയം, സർഫസ് വേവ്സ് പ്രതല തരംഗങ്ങൾ. കൂടുതൽ വിനാശകാരിയായ തരംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? പ്രതല തരംഗങ്ങളാണ്. ഭൂകമ്പം അളക്കുന്നത്. ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. അപ്പോൾ രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കുക. ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനങ്ങൾ രേഖപ്പെടുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് എങ്കിൽ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന ഊർജത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തോതാണെന്ത്? റിക്ടർ സ്കെയിൽ എന്ന് ഓർക്കുക. ഉരുൾപൊട്ടലിനെ കുറിച്ച് SCERT-ലുള്ളൊരു ഫാക്റ്റാണ്. പൊതുവെ 20 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ളതെന്ന് ഭൗമശാസ്ത്ര പഠന കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഡിഗ്രി ചരിവാണെന്ന് ചോദിച്ചാൽ 20 ഡിഗ്രി ചരിവാണെന്ന് ഓർത്തു വെച്ചേക്കാം. സുനാമി മുന്നറിയിപ്പ്. NOAA നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ, അതാണ് NOAA. അതും വിവിധ പ്രദേശങ്ങളിൽ ഡാർട്ട് എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന സംഘടനകളും കാര്യങ്ങളാണ് ഇതൊക്കെ. NOAA എന്താണ്? നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷനും അതുപോലെ ഡാർട്ട് എന്നത് സുനാമി മുന്നറിയിപ്പുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാന സംവിധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണുന്നൊരു കാര്യമാണ്. ദുരന്ത നിവാരണത്തിൻ്റെ ഘട്ടങ്ങൾ ഓർഡർലെസ് ആയിട്ട് തന്നിട്ട് നമ്മളോട് പറയാറുണ്ട്. ഇതിൻ്റെ ഓർഡർ ഒന്ന് ക്രമീകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു 4 സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അതിൻ്റെ ഉള്ളിൽ കുറേ കണ്ടൻറ് ഉണ്ട്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത്തരം കാര്യങ്ങൾ പഠിച്ച് വെച്ചേക്കാം. അതായത് ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു PDF പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം.
തപ്രവീല എന്നോർത്താൽ മതി. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ്, റിക്കവറി ആൻഡ് മിറ്റിഗേഷൻ എന്നാണ് ഇതിൻ്റെ സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതികളാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയത് 2016 അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം തയ്യാറാക്കിയത് 2010 അപ്പോൾ പദ്ധതി എന്നാണ് ചോദ്യമെങ്കിൽ അത് 2016 നയം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് 2010 എന്ന് ഓർക്കുക. കേരളത്തിലെ പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ, അതായത് ദുരന്ത നിവാരണ പദ്ധതി പ്രകാരം ദുരന്തങ്ങളെ അവ സൃഷ്ടിക്കുന്ന തീവ്രതയുടെ അളവിൽ അല്ലെങ്കിൽ ആ ഒരു ക്രമത്തിൽ എന്ത് ചെയ്യുന്നു, പട്ടികപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അങ്ങനെ 8 രീതിയിലാണ് പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തീവ്രത കൂടിയത് ഏതാണ്? വെള്ളപ്പൊക്കമാണ്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, വരൾച്ച, സമുദ്ര ദുരന്തങ്ങൾ, ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ, ഭൂകമ്പം, പകർച്ചവ്യാധികൾ. ഈ ഒരു ഓർഡറിലാണ് അതിൻ്റെ തീവ്രതയുടെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ഒരു ഓർഡറിലാണ് അതിൻ്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, വരൾച്ച, സമുദ്ര ദുരന്തങ്ങൾ, ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ, ഭൂകമ്പം, പകർച്ചവ്യാധികൾ. ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഏരിയാസ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. വളരെ വാസ്റ്റായിട്ട് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് വേണ്ടത് മാത്രം എടുത്ത് അത് അങ്ങനെ പഠിച്ചു പോകണം. അതിൽ നിന്ന് നമുക്കിനി ഒന്നും കളയാനില്ല എന്നുള്ള രീതിയിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് റിവൈസ് ചെയ്യാം. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 11 അധ്യായങ്ങളും 79 സെക്ഷനുകളുമാണ് ഉള്ളത്. NDMയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. റെസ്പോൺസ് ഫോഴ്സ് വന്നത് 2006 ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നാണ് ഒക്ടോബർ 13 KSDMA കേരളത്തിൽ രൂപീകരണം എന്നാണ് 2007 മെയ് 4 ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയും CEO ചീഫ് സെക്രട്ടറിയുമാണ്. കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ സേന വന്നത് 2018 99 വെള്ളപ്പൊക്കത്തിൻ്റെ വർഷം ചോദിച്ചാൽ 924 2018 എന്ത് സംഭവിക്കുന്നു? മഹാപ്രളയം വരുന്നു. ഭൂകമ്പത്തിലെ ഏറ്റവും വിനാശകാരിയായ തരംഗം ഏതാണ്? പ്രതല തരംഗമാണ്. ഭൂകമ്പം രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഇൻ്റർനാഷണൽ ഡേ ഫോർ റിസ്ക് റിഡക്ഷൻ നമ്മൾ പറഞ്ഞു ഒക്ടോബർ 13. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാംസിനും ആവശ്യമായിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സോഴ്സ് എല്ലാം തന്നെ കണ്ടുപിടിച്ച് പഠിക്കുക. കാരണം സിവിക്സിൽ നിന്നുള്ള മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു കാര്യം ഒരു ടോപ്പിക് എടുത്ത് പഠിച്ചാൽ അതിൽ നിന്ന് തന്നെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം എക്സാം ഹോളിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സിവിക്സിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്